ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു തളർവാദ രോഗിയെ യേശു സൗഖ്യപ്പെടുന്നതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 4 മനുഷ്യർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ കിടക്കിയോടുകൂടി യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ അവിടുത്തെ തിക്കും തിരക്കും കാരണം യേശുവിനെ കാണാനോ ഒന്നിനും സാധിച്ചില്ല. അതുകൊണ്ട് അവർ പുരമുകളിലേക്ക് കയറി മച്ചു പൊളിച്ച് ആ തളർവാദ രോഗിയെ കിടക്കിയോടുകൂടി യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നു. ഈ 4 പേരുടെ വിശ്വാസം കണ്ടാണ് ഈശോ ഈ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുന്നത്. ദ ഫെയ്ത്ത് ഓഫ് ദ 4 paid the weight in miracle നമുക്കിനി ചുരുക്കി പറയാം. 4 പേരുടെ വിശ്വാസം അവിടെ ഒരു രോഗസൗഖ്യത്തിന് കാരണമാകുന്നു. 4 പേരുടെ വിശ്വാസം നമുക്ക് വേണ്ടത് ഈ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് മനുഷ്യരെ സൗഖ്യപ്പെടുത്താനും മറ്റുള്ള ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് ദൈവത്തിലുള്ള വിശ്വാസമാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത്. ഒരു ചെറിയ ബാലൻ്റെ കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ ബാലൻ അവൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ടീച്ചർ അവൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, നീ ഇത് കൊണ്ടുപോയി നിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണം. അവൻ സന്തോഷത്തോടെ അത് വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്ന അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, ടീച്ചർ ഒരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. ആ അമ്മ ആ കത്ത് വാങ്ങി അത് പൊട്ടിച്ച് അത് വായിക്കാൻ തുടങ്ങി. വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. മകൻ ചോദിച്ചു, അമ്മ എന്തിനാ കരയണത്? ആ കത്തിൽ എന്താ എഴുതിയേക്കണത്? ആ മകനെ വളരെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചിട്ട് അമ്മ പറഞ്ഞു, മകനെ, നിന്നെക്കുറിച്ച് നിന്റെ ടീച്ചർ എഴുതിയ വാക്കുകളാണ്. അതിനകത്ത് എഴുതിയേക്കണത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മകൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്, ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ളത്, വളരെ ബുദ്ധി സാമർഥ്യമുള്ള പയ്യനാണ്. അവനെ പഠിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ അവരെ പഠിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് അതിനകത്ത് എഴുതിയേക്കണത്. അത് കേട്ട സന്തോഷത്തിൽ അവൻ അമ്മയെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ അമ്മയാണ് ഈ മകനെ വളർത്തുന്നത്. അവൻ പിന്നീട് ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറുന്നുണ്ട്. അവൻ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സർ തോമസ് ആൽവ എഡിസനാണ് ചെറിയ ബാലൻ. അവൻ്റെ അമ്മയുടെ വാക്കുകളും അമ്മയുടെ പഠനവുമാണ് അവനെ ഉന്നതിയിലെത്തിച്ചത്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൻ്റെ അമ്മ മരിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ പ്രശസ്തി വാനോളം ഉയരുന്നുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം ഒരു ദിവസം അവർ പണ്ട് താമസിച്ചിരുന്ന ഭവനത്തിലേക്ക് തൻ്റെ പഴയ ഓർമ്മകൾ ചെകഞ്ഞെടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഒരു പഴയ സാധനങ്ങളിരിക്കുന്ന ഒരു പെട്ടി അവൻ കണ്ടു. അവൻ ആ പെട്ടി തുറന്നപ്പോൾ പണ്ടത്തെ ഒരു ലെറ്റർ അവൻ്റെ മനസ്സിൽ തട്ടി നിന്ന്. അവൻ്റെ ടീച്ചർ അവനെക്കുറിച്ച് എഴുതിയതാണ് എല്ലാ വാക്കുകൾ. അവൻ അതെടുത്ത് വീണ്ടും തുറന്നു നോക്കി. അവൻ അതിനകത്ത് എഴുതിയേക്കണത് എങ്ങനെയാണ്: മാഡം, ക്ഷമിക്കണം, ഇത് നിങ്ങളുടെ മകനെക്കുറിച്ചാണ്. അവൻ പഠിക്കാൻ ബുദ്ധി സാമർഥ്യമില്ലാത്തൊരു പയ്യനാണ്. അതുകൊണ്ട് അവനെ പഠിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. നിങ്ങൾ തന്നെ അവരെ പഠിപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കേട്ട് അവൻ ആ കത്ത് മടക്കി അവൻ്റെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് അവൻ കരഞ്ഞു. കാരണം അന്ന് പറഞ്ഞത് ആ കത്തിൽ എഴുതിയേക്കുന്നത് അവനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവനെ താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. ഈ അമ്മ ഈ മകനിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വളരെ പ്രശസ്തനായൊരു ശാസ്ത്രജ്ഞൻ ഈ ലോകത്തിലേക്ക് വന്നത്. അമ്മയുടെ വിശ്വാസം ഈ മകനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഈ 4 പേരുടെ വിശ്വാസം ഈ തളർവാദ രോഗിയിൽ രോഗസൗഖ്യത്തിൻ്റെ അത്ഭുതം സൃഷ്ടിച്ചു. കനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രകടിപ്പിക്കാനായിട്ട് നടക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്നുണ്ട്. ഈ അമ്മയുടെ വിശ്വാസമാണ് അവിടെ അത്ഭുതം സൃഷ്ടിക്കുന്നത്. മകനെ, അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞ് ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എങ്കിലും ഈ അമ്മ അവനിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പരിചാരകരോട് പറയാണ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. അമ്മയുടെ വാക്കുകളാണ് ഈ മകനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നോഹയുടെ പെട്ടകം പണിത കഥ നമുക്കറിയാം, അല്ലേ? ദൈവത്തിൻ്റെ വാക്ക് കേട്ട് നോഹ പെട്ടകം പണിയാനായിട്ട് ഇറങ്ങുകയാണ്. പെട്ടകം പണിയുന്ന സ്ഥലം ഇന്ന് നമ്മൾ അതിൻ്റെ ജിയോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഏകദേശം അർമേനിയ, ഇറാൻ, ഇറാഖിൻ്റെ ഭൂപ്രകൃതിയാണ്, മരുഭൂമിയാണ്. മരുഭൂമിയിൽ ഒരാൾ ഒറ്റയ്ക്ക് പെട്ടകം പണിയുന്നല്ലേ, എന്തൊരു വിചിത്രമായ സംഭവം. അതിലൂടെ പോകുന്ന മനുഷ്യർ, നാട്ടുകാരൊക്കെ ചോദിച്ചേക്കാം, നീ എന്ത് ഭ്രാന്താണ് ചെയ്യുന്നത്? ഈ മരുഭൂമിയിൽ എന്തിനാണെങ്കിൽ ഇത്രയും വലിയ പെട്ടകം പണിയുന്നത്? പക്ഷേ അവൻ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പെട്ടകം പണിയുന്നുണ്ട്. ഇത് വല്ലാത്തൊരു വിശ്വാസമാണ് ദൈവത്തിൽ അർപ്പിച്ചേക്കണത്, അല്ലേ? എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മൾ കൊച്ചിയിലെ വേദോപദേശത്തിൽ പഠിച്ചിട്ടുണ്ട്. എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം: പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ്, അല്ലേ? ഈ 4 മനുഷ്യർക്കും ഉണ്ടായിരുന്ന പ്രത്യാശ എന്താണ്? ഈശോയ്ക്ക്
ഈ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ. ഈ അമ്മയ്ക്കുണ്ടായിരുന്ന പ്രത്യാശ എന്താണ്? സർ തോമസ് ആൽവ എഡിസന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ലോകത്തിൽ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അല്ലേ? ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പല അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളെന്താ പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ച് മറ്റുള്ളവരോട് എന്താ പറയുന്നത്? അവരുടെ കുറ്റങ്ങളും കുറവുകളും. മറിച്ച് അവർ നല്ലവരാണെന്നും അവർക്ക് ഒത്തിരി കഴിവുകളുണ്ടെന്നും നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവാണ് നമ്മൾ നൽകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിനൊരു ടേസ്റ്റ് ഇല്ല, ഇതിന് ഉപ്പ് കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിക്കേ, എത്ര ഭക്ഷണം വെക്കാൻ അറിയാത്ത അമ്മച്ചിമാരോടാണെങ്കിലും നിങ്ങൾ പറയാണ് നീ വെക്കുന്ന ഭക്ഷണത്തിന് വളരെ സ്വാദാണെന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആ അടുക്കളയിൽ പിന്നെ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളാണ് അല്ലേ? അറിയാതെ തന്നെ ആ ഭക്ഷണത്തിന് രുചി പകരുകയാണ്, സ്വാദ് കൂടുകയാണ്. ഇതൊരു അത്ഭുതമാണ്. കാരണം എന്നിൽ എൻ്റെ ഭർത്താവ് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് ആ അത്ഭുതങ്ങൾ നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ലോകത്തിൽ കുറഞ്ഞു വരുന്ന എന്താണ്? വിശ്വാസമാണ്, പരസ്പര വിശ്വാസം. ഈശോ പറയുന്നുണ്ടല്ലോ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്നാണ് മർത്തയോട് പറയുന്നത്. ഇത് വിശ്വസിച്ചാൽ നമുക്ക് ഒത്തിരി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും, ഒത്തിരി അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്, ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം. ഈ 4 ചെറുപ്പക്കാർ പയ്യന്മാരെ പോലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്താൻ യേശുവിന് കഴിയുമെന്ന് അവർ വിശ്വസിച്ചതുപോലെ നമുക്കും വിശ്വസിക്കാം. മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും രോഗസൗഖ്യങ്ങൾ നടത്താനായിട്ടും നമ്മുടെ വാക്കുകൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കാം. ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള വലിയ കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.